എനിക്ക് ബ്രെയിൻ ക്യാൻസർ ആണ്. ഡോക്ടേഴ്സ് പറഞ്ഞത് 6 ആഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയ 4 മാസം ജീവിക്കാമെന്നാണ്. ഞാൻ ഇതുവരെ കീമോ എടുത്തിട്ടില്ല. ഐ ഹീൽഡ് മൈ സെൽഫ് വിത്ത് നാച്ചുറൽ തിങ്സ്, അതായത് ഹെർബ്സ്, മെഡിറ്റേഷൻസ്, ക്ലീൻ ഈറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. കീമോ എടുക്കാതെ ഇത് മാത്രം കഴിച്ചിട്ട് ഞാൻ സർവൈവ് ചെയ്തു. നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കണം. അപ്പോൾ ഇത് കൊള്ളാമല്ലോ. ഒരു മരുന്നും ഇല്ലാതെ ക്യാൻസർ മാറുമെന്നോ? നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം. വിശ്വസിക്കണം. ബിക്കോസ് ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ബെൽ ഗിബ്സൺ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ വെൽനസ് ഐക്കൺ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വെൽനസ് ഐക്കൺ ആയിരുന്നു ഒരു പെൺകുട്ടി പറഞ്ഞതാണ്. അവര് 2009 ഇങ്ങനെ ഒരു ക്യാൻസർ വന്നെന്നും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാ മാറിയെന്നും പറഞ്ഞിട്ട് 2014 വീണ്ടും വന്നിട്ട് എൻ്റെ ക്യാൻസർ ബ്ലഡിലോട്ടും സ്പ്ലീനിലോട്ടും ലിവറിലോട്ടൊക്കെ സ്പ്രെഡായി, യൂട്രസിലോട്ട് വരെ സ്പ്രെഡായി എന്ന് പറഞ്ഞു. ആൻഡ് ഇപ്പോഴും ഞാൻ കീമോ എടുക്കുന്നില്ല. നിങ്ങളും കീമോ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ ബുക്സ്, അതായത് ഇവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്ത പെങ്കിനാ. ഇവരുടെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ദ ഹോൾ പാൻട്രി എന്ന് പറയുന്ന ഒരു ആപ്പ്. ഈ ആപ്പ് ഫീച്ചർ ചെയ്ത ആൾക്കാരാരെന്നറിയാം? ആപ്പിൾ. അവരുടെ ആപ്പിളിന്റെ സ്മാർട്ട് വാച്ചിൽ അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇവരെ വിശ്വസിച്ച ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് അവരുടെ കീമോ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവർ പറയുന്ന ഇവരുടെ ആപ്പിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഫോളോ ചെയ്തവരുണ്ട്. ഇനി ഇതൊന്നും പോരാതെ ഈ ആപ്പിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നു ഇവർ പറഞ്ഞായിരുന്നു. അവർ ഷെയർ ചെയ്ത ചാരിറ്റിക്കാർ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, അവർക്കൊരു പ്രോഫിറ്റ് കൊടുത്തിട്ടില്ല. അവസാനം ഒരു റിയാലിറ്റി ഷോയിൽ വെച്ചിട്ട് ഇന്റർവ്യൂലാണ് ഇവർ പിടിക്കപ്പെടുന്നത്. ഇവരെന്നെ സംബന്ധിച്ച് ഇവർ പറഞ്ഞതെല്ലാം കള്ളമാണ്, ഇവർക്ക് ക്യാൻസറേ ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നതാണോ അതോ ഒരുപാട് പഠിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പറയുന്നതാണോ ശരിയെന്നുള്ളത്? നമ്മൾ പലരും ഇപ്പോഴും ഉണ്ട്, ഒത്തിരി പേര് ഫോണിലൂടെ കാണുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് മരുന്നുകളൊന്നും കഴിക്കാതെ പല അപകടങ്ങളും ചെന്ന് ചാടുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു അസുഖവുമായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഓടി ചെല്ലും. അവർ പറയുന്നത് സത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കാനോ അന്വേഷിക്കാനോ ഒന്നും നിൽക്കത്തില്ല. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. കാരണം നമ്മുടെ ഒരു അസുഖത്തിന്റെ ഒരു ബുദ്ധിമുട്ട് മാറാനുള്ള മാറ്റി തരാനുള്ള ഒരു പരിഹാരം ഇവിടെ കാണുമ്പോൾ നമ്മൾ പോകും. പക്ഷെ അതൊക്കെ നിർത്തേണ്ട സമയമായി. കാരണം എന്തുണ്ടെങ്കിലും നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ട് അവരുമായിട്ട് നമുക്ക് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന ചികിത്സാപരമായ കാര്യങ്ങൾ ഒന്നും വിശ്വസിച്ചിരിക്കാതെ നല്ല ഡോക്ടേഴ്സിനെ കണ്ട് മാത്രം നിങ്ങൾ ചികിത്സ തേടുക. ഇത് തന്നെ കണ്ടില്ലേ, നമ്മൾ കേട്ടിരുന്നു പോയപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചിട്ട് അയ്യോ എന്തുമാത്രം ആൾക്കാരായിരിക്കും അത് ഫോളോ ചെയ്ത് കഷ്ടത്തിലായത്. ഒത്തിരി ആൾക്കാർ അത് ഫോളോ ചെയ്തായിരുന്നു. അവരുടെ ആപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് ഫോളോ ചെയ്ത് കഷ്ടത്തിലായി. ഇന്നും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വസിച്ച് അതിനെ ഫോളോ ചെയ്യുന്നവർ ഇന്നും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.